നമ്മൾ ഓവർഹെഡ് ട്രാൻസ്മിഷനിൽ ഒരു പുതിയ രണ്ട് പ്രധാനപ്പെട്ട ടേംസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് സാഗ് ആൻഡ് ടെൻഷൻ. അപ്പോൾ നമ്മളിവിടെ രണ്ട് ടവർ വരച്ചിട്ടുണ്ട്, ടവർ എ, ടവർ ബി. ഈ രണ്ട് ടവറും സെയിം ഹൈറ്റിൽ, സെയിം പ്ലെയിനിൽ, അതായത് ഒരേ ഹൈറ്റുള്ള സ്ഥലത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സാഗ് എന്നുള്ള ടേമിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സാഗ്? സാഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടവർ എ എന്ന് പറയുന്ന ടവറുണ്ട്. അതിൽ എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടക്ടർ പിടിപ്പിച്ചിരിക്കുന്നത്. ടവർ ബിയിൽ ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലാണ് ഓവർഹെഡ് കണ്ടക്ടർ പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വഴിയിലൊക്കെ കാണുന്ന വലിയ ഇപ്പോൾ 110 kV 220 kV ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം വലിയ നല്ല സ്പാനുള്ള ടവറുകൾക്കാണ്, ഈ രണ്ട് ടവറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത്. നല്ല സ്പാനുള്ള ടവറുകൾക്കാണ് പൊതുവേ ഈ സാഗ് വരുന്നത്. എന്താണ് സാഗ് എന്ന് വെച്ചാൽ ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിൻ്റ് ഓഫ് കണ്ടക്ടർ ഓൺ ദി ടവർ ടു ദി ലോവസ്റ്റ് പോയിൻ്റ് ഓഫ് കണ്ടക്ടറിനെയാണ് അതിനെയാണ് നമ്മൾ സാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പ് ടവേഴ്സ് വരച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ടവേഴ്സ് ലൊക്കേറ്റഡ് അറ്റ് ഈക്വൽ ഹൈറ്റ്സ്. ഓക്കെ, അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ടവേഴ്സ് ലൊക്കേറ്റഡ് അറ്റ് അൺഈക്വൽ ഹൈറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് ഈ അൺഈക്വൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിപ്പം ഈ ടൈപ്പ് ടവേഴ്സൊക്കെ നിങ്ങൾ എവിടെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരു താഴ്ന്ന പ്രദേശത്ത് നിന്നും ഇപ്പോൾ മലയുടെ മുകളിലോട്ടോ അല്ലെങ്കിൽ കുറച്ച് നല്ല എലിവേഷനുള്ള സ്ഥലത്തോട്ടോ ഒക്കെ പോകുന്ന ടവേഴ്സാണ് ഈ ടവേഴ്സ് ലൊക്കേറ്റഡ് അറ്റ് അൺഈക്വൽ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ടവേഴ്സ് നിങ്ങൾ ഈ തൃശ്ശൂർ പാലക്കാട് യാത്ര ചെയ്യുമ്പം കുതിരാനിൽ ആ തുരങ്കമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈപ്പ് ടവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും ആ കുതിരാൻ ആ വളവ് കഴിഞ്ഞിട്ട് പോകുന്നിടത്ത് ഈ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടവേഴ്സ് അവിടെ ലൊക്കേറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ സാഗ് ചിലപ്പോൾ ഏറ്റവും താഴത്തെ പോയിന്റിൽ തന്നെ ആയിരിക്കും. കാരണം ഈ ഇങ്ങനെ വലിച്ചു കെട്ടിയ പോലെ ആയിരിക്കും നിൽക്കുന്നത്. ഏറ്റവും താഴത്തെ ടവറിൻ്റെ അവിടെ തന്നെ ആയിരിക്കും മിക്കവാറും ഏറ്റവും സാഗ് വരുന്നത്, ഏറ്റവും താഴ്ന്നു കിടക്കുന്നത് കണ്ടക്ടർ. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ സാഗ് എന്ന് പറയുന്നതിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത് പൊതുവേ ചോദിക്കാറുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം പൊതുവേ ഈ സാഗ് എന്താ പറയുക, ചെറിയ സാഗ്, ഒരുവിധം വലിയ സാഗായിട്ട് തന്നെ കണ്ടക്ടറിനുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കാറ്റനറി എന്ന് പറയുന്ന ഷേപ്പായിരിക്കും. സാഗ് രണ്ട് ടവേഴ്സ് തമ്മിലുള്ള സ്പാനിനെ അപേക്ഷിച്ച് സാഗ് വളരെ കുറവാണെങ്കിൽ അത് പൊതുവെ പരാബോളിക് ഷേപ്പ് തന്നെ ആയിരിക്കും സാഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സപ്പോർട്ട്സ്, ഈക്വൽ ലെവലിലുള്ള സപ്പോർട്ട്സ് ഉള്ള സ്ഥലത്ത് സാഗാണ് നമ്മൾ ഇവിടെ ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യം, ഒരു രണ്ട് ടവറിൻ്റെ ലൊക്കേറ്റഡ് ചെയ്തിരിക്കുന്ന പോയിൻ്റാണ് പോയിൻ്റ് എ. അതേപോലെ ഇവിടെ പോയിൻ്റ് ബി എന്ന് പറയുന്നത് നെക്സ്റ്റ് ടവറാണ്. ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് എല്ലാണ്. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ടവറും ഈക്വൽ ഹൈറ്റിൽ, ഒരേ ഹൈറ്റുള്ള സ്ഥലങ്ങളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ള കേസിൽ എപ്പോഴും സാഗ് എന്ന് പറയുന്നത് ഏറ്റവും സെൻറ്ററിൽ തന്നെ ആയിരിക്കും. അതായത് ടവേഴ്സ് ലൊക്കേറ്റഡ് ആയിട്ട് ഈക്വൽ ഹൈറ്റ്സ് ആയതുകൊണ്ട് സാഗ് കറക്റ്റ് സെൻറ്ററിൽ തന്നെ. അപ്പോൾ ആ സെൻറ്റർ പോയിന്റിനെ നമ്മൾ ഇവിടെ O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടക്ടറിന് ഉള്ള ടെൻഷനെയാണ് നമ്മൾ T എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സാഗ് പറയുന്ന സമയത്ത് നമ്മൾ വേറൊരു പോയിന്റും കൂടെ പറയുന്നുണ്ട്, ടെൻഷൻ എന്ന് പറയുന്ന ഒരു ടേമും കൂടെ പറയുന്നുണ്ട്. എന്താണ് ടെൻഷൻ? അപ്പോൾ നമ്മൾ പറഞ്ഞു സാഗ് എന്ന് പറയുന്നത് ഈ ലെവൽ ഡിഫറൻസ് ആണ്. ടെൻഷൻ എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിനെ നമ്മൾ ടവർ എയിലേക്കും വലിച്ചു കെട്ടിയിട്ടുണ്ട്, ഈ കണ്ടക്ടർ ടവർ ബിയിലോട്ടും വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടക്ടർ എന്ന് പറയുന്ന സാധനത്തിന് ഒരു പർട്ടിക്കുലർ വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് കാരണം ഈ വലിച്ചു കെട്ടിയിരിക്കുന്ന കണ്ടക്ടർ, ഈ ഇൻസുലേറ്ററിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്ന കണ്ടക്ടറിന് നല്ലൊരു ഫോഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ടവർ A1 എന്ന് പറയുന്ന പോയിന്റിലേക്കാണെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവും, ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലേക്കാണെങ്കിൽ വേറൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഈ വലിച്ചിലാണ് നമ്മൾ ഈ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പം പിന്നെ സാഗും ടെൻഷനും തമ്മിലൊരു ബന്ധമെന്ന് പറയുന്നത്, സാഗ് കൂടുതലാണെങ്കിൽ ടെൻഷൻ കുറവായിരിക്കും.
അതായത് സാഗും ടെൻഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് നല്ലപോലെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു കണ്ടക്ടർ ആണെങ്കിൽ അതിന് ടെൻഷൻ കുറവായിരിക്കും. അതേസമയം ഭയങ്കര ഇപ്പോൾ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കണ്ടക്ടർ ഒട്ടും സാഗ് വരാത്ത രീതിയിൽ, കാരണം രണ്ട് സ്ഥലങ്ങൾ തമ്മിലൊക്കെ ലെവൽ ഡിഫറൻസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഒരു റിവറിനെ ക്രോസ് ചെയ്യുന്ന ടവേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ സാഗ് മാക്സിമം കുറച്ചിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻസുലേറ്ററിനെ പറ്റിയൊക്കെ പറഞ്ഞു. അവിടെ ഇപ്പോൾ നല്ല ടെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രെയിൻ ഇൻസുലേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, സസ്പെൻഷൻ ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വലിച്ചു കെട്ടിയിട്ട് കണ്ടക്ടറിനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിൽ ടെൻഷൻ കൂടുതലായിരിക്കും, അപ്പോൾ അവിടെ സാഗ് കുറവായിരിക്കും. ഇവിടെ സാഗ് കൂടുതലാണെങ്കിൽ ടെൻഷൻ കുറവായിരിക്കും. അതാണ് സാഗും ടെൻഷനും തമ്മിലുള്ള ബന്ധം. ഇവിടെ നമ്മൾ ഒരു ടെൻഷൻ T മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സെൻട്രൽ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ സാഗ് വരുന്നത്. അപ്പോൾ ആ സെൻട്രൽ ഭാഗത്തിന് നമ്മൾ 1 മാർക്ക് ചെയ്തു. ഫസ്റ്റ് ടവറിലേക്കുള്ള ഡിസ്റ്റൻസ് L/2 ആയിരിക്കും, നേർപകുതി. മൊത്തം സ്പാൻ L ആണ്. ഇനി നമ്മൾ നമ്മുടെ ഈ ഹാങ് ചെയ്തിരിക്കുന്ന കണ്ടക്ടറിൻ്റെ ഒരു ആർബിട്രറി പോയിൻ്റ് P സെലക്ട് ചെയ്തു. നമ്മൾ സാഗിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി പർപ്പസ്. അതായത് ഈ S എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ സാഗ് എന്ന് മാർക്ക് ചെയ്തത്. P എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു. ആ P എന്ന് പറയുന്ന പോയിൻ്റ് ഏറ്റവും ഈ കണ്ടക്ടറിൻ്റെ ലോവസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് O ആണ്. Oയിൽ നിന്നും P എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് X, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് Y. ഞാൻ ഈ ഡെറിവേഷൻ പറയുമ്പോൾ തന്നെ നിങ്ങളൊരു പേപ്പർ എടുത്ത് ജസ്റ്റ് അത് വരച്ച് ചെയ്തു പോവുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇത് ഒറ്റ പ്രാവശ്യം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ X മാർക്ക് ചെയ്തു, Y മാർക്ക് ചെയ്തു. അപ്പോൾ ഈ OP എന്ന് പറയുന്ന കണ്ടക്ടർ പോർഷനാണ് നമ്മൾ ഇപ്പോൾ കാൽക്കുലേഷന് വേണ്ടി എടുക്കുന്നത്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് WX ആണ്. അതായത് W എന്ന് പറയുന്നത് വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് കണ്ടക്ടർ, അപ്പം എക്സ് ലെങ്തിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് W × X ആയിരിക്കും. യൂണിറ്റ് ലെങ്തിലുള്ള വെയിറ്റാണ് സ്മോൾ W എടുത്തിരിക്കുന്നത്. അപ്പം X ലെങ്തുള്ള സ്ഥലമായതുകൊണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് WX ആയിരിക്കും. അത് നേർ പകുതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിൻ്റെ OP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ആ OP എന്ന് പറയുന്ന ഡിസ്റ്റൻസിൻ്റെ നേർ പകുതിയിലായിരിക്കും അതിൻ്റെ വെയിറ്റ്, ആ OP എന്ന് പറയുന്ന സെക്ഷൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അതാണ് WX എന്ന് പറയുന്നത്. ഓക്കെ, അത് X/2 ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ സാഗിൻ്റെ കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൂമെൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ P എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ മൂമെൻ്റ് എടുക്കും. അപ്പോൾ എന്താണ് ടേക്കിംഗ് മൂമെൻ്റ് എബൌട്ട് ദി പോയിൻ്റ് P. പോയിൻ്റ് Pയിലെ മൂമെൻ്റ് എടുക്കുകയാണ്. അപ്പോൾ പോയിൻ്റ് Pയിലെ മൂമെൻ്റ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കണ്ടക്ടറിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ടെൻഷൻ ഈ ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്, ഈ ഹൊറിസോണ്ടൽ ലൈനിലാണ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെൻഷൻ ഈ P-യുമായിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കണം. ടെൻഷൻ ഇങ്ങനെ പോകുന്നു, P-യുമായിട്ടുള്ള ഡിസ്റ്റൻസ് Y. അപ്പോൾ മൂമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? മൂമെൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് T × Y = കണ്ടക്ടറിൻ്റെ വെയിറ്റ് ആണ്. കണ്ടക്ടറിൻ്റെ വെയിറ്റ് ആണ് അവിടെ വരുന്ന അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത്. ടെൻഷനാണ് ഒരു ഫോഴ്സ്, അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ വെയിറ്റ്. അത് നമ്മൾ എഴുതി എന്താണ് WX. ഈ WX എന്ന് പറയുന്നത് P-യുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസാണ് അല്ലേ. WX എന്ന് പറയുന്ന ഈ ഫോഴ്സ് P എന്ന് പറയുന്ന പോയിൻറ്റുമായിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. നമ്മൾ ടെൻഷൻ എടുത്തപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുത്ത പോലെ ഈ വെയിറ്റിന് വേണ്ടിയിട്ട് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം അത് മൊത്തം X ആണ്, നേർ പകുതിയിലാണ് ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം P to ദ പോയിൻ്റ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത്
എന്തായിരിക്കും? നേർ പകുതിയാണ്, x/2 ആയിരിക്കും. അപ്പം WX ഇൻറ്റു x/2. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് y-യുടെ ഇക്വേഷൻ എന്ത് എഴുതാൻ പറ്റും? y ഈസ് ഈക്വൽ ടു WX²/2t എന്ന് എഴുതാൻ പറ്റും. WX²/2t. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. അപ്പം എന്നിട്ട് നമ്മൾ ഈ മാക്സിമം വാല്യൂ ഓഫ് സാഗ് കണ്ടുപിടിക്കാൻ പോകാം. മാക്സിമം സാഗ്. അപ്പോൾ മാക്സിമം സാഗ് എവിടെയാണ് വരുന്നത്? ഏറ്റവും കൂടുതൽ സാഗ് വരുന്നത്, ഇത് ഈക്വൽ സപ്പോർട്ട്സ് ആണ്, ഈക്വൽ ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് സാഗ് ഏറ്റവും വരുന്നത് നടുക്കായിരിക്കും, സെൻട്രൽ പോർഷനിലായിരിക്കും. അപ്പോൾ മാക്സിമം സാഗ് വരുന്ന സമയത്തെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മളൊരു ആർബിട്രറി പോയിന്റ് P മാത്രമേ എടുത്തോളൂ. നമ്മൾ ഇപ്പം ശരിക്കും ഇതിൻ്റെ ഏറ്റവും സാഗുള്ള പോയിന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ y എന്ന് പറഞ്ഞ ആർബിട്രറി പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ള മാക്സിമം വരുന്ന സാഗ് എന്ന് പറയുന്നത് ഏതായിരിക്കും? S ആയിരിക്കും. അപ്പോൾ y-യെ നമ്മൾ S കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? y ഈസ് ഈക്വൽ ടു S ആയിരിക്കും. അതേപോലെ തന്നെ x എന്തായിരിക്കും? x എന്ന് പറയുന്നത് നമ്മളിവിടെ x എന്ന് പറഞ്ഞെടുത്തു. ഈ x എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാക്സിമം സാഗ് വരുന്നത് ഇവിടാണ്. അപ്പോൾ x എന്ന് പറയുന്നത് ഒരു ടവറിൽ ഈ ടവറിൽ നിന്ന് എടുത്താലും ഈ ടവറിൽ നിന്ന് എടുത്താലും ഈ O എന്ന് പറയുന്ന സ്ഥലത്താണ് മാക്സിമം ഡിപ്പ് വരുന്നത്, ഏറ്റവും കൂടുതൽ ഹാങ് ചെയ്ത് കിടക്കുന്ന കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് എയിൽ നിന്ന് എടുത്താലും ബിയിൽ നിന്ന് എടുത്താലും എത്ര ഡിസ്റ്റൻസിലാണ്? L/2 ഡിസ്റ്റൻസിലാണ്. അപ്പോൾ എന്തായിരിക്കും? x ഈസ് ഈക്വൽ ടു L/2 ആണ്. അപ്പോൾ നമ്മുടെ സാഗിൻ്റെ ഇക്വേഷൻ എന്താവും? സാഗ് S ഈസ് ഈക്വൽ ടു WX എന്നുള്ളത് L/2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2t വിച്ച് ഈസ് ഈക്വൽ ടു WL²/8t എന്ന് വരും. അപ്പോൾ ഈ WL²/8t എന്നുള്ളതാണ് മാക്സിമം സാഗിൻ്റെ ഇക്വേഷൻ. ഈ ഡെറിവേഷൻ നിങ്ങളുടെ മിക്ക പരീക്ഷയ്ക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ ഡെറിവേഷൻ വെച്ചിട്ട് തന്നെ ഒരു പ്രോബ്ലം കൂടെ ചിലപ്പോൾ അതിൻ്റെ കൂടെ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അപ്പം WL²/8t ആണ് മാക്സിമം ഡിപ്പ് അല്ലെങ്കിൽ സാഗ് എന്നുള്ളത്. ഓക്കെ.